സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ വൺ പീസിന്റെ സ്പിൻ ഓഫായി വരാൻ പോകുന്ന മോൺസ്റ്റേഴ്സ് എന്ന ആനിമയെ കുറിച്ച് മിക്കവർക്കും അറിയുന്നുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഈ ഒരു ആനിമയുടെ റണ്ണിങ് ടൈമും റിലീസ് ഡേറ്റും ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിന്റെ മോൺസ്റ്റർ സീരീസ് എന്താണെന്ന് അറിയാത്തവർക്ക് ആ ഒരു സീരീസ് എന്താണെന്ന് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ മോൺസ്റ്റർ എന്ന സീരീസ് വൺ പീസിന്റെ ക്രിയേറ്ററായ ഇച്ചിറോ ഓഡ വൺ പീസിന്റെ മാങ്ക എഴുതുന്നതിന് മുമ്പ് എഴുതിയ മറ്റൊരു വൺ ഷോട്ട് മാങ്കയാണ് മോൺസ്റ്റേഴ്സ് എന്ന മാങ്ക. 1997 ഈ ഒരു മാങ്ക പബ്ലിഷ് ആയത്. നമ്മൾ വൺ പീസിന്റെ ത്രില്ലർ ബാർക്ക് ആർക്കിൽ കണ്ടതും വാനോ ആർക്കിൽ കുറേയധികം കേട്ടതുമായ റിയൂമ എന്ന സാമുറയെ കുറിച്ചിട്ടാണ് ഈ ഒരു മാങ്കയുടെ സ്റ്റോറി. അതായത് റിയൂമ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു മാങ്കയുടെ സ്റ്റോറി പോകുന്നത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന ആനിമയുടെ സ്റ്റോറി തന്നെ ആയിരിക്കും. ആൻഡ് റിയൂമ ജീവിച്ചിരുന്ന കാലത്തെ കഥ ആയതുകൊണ്ട് വൺ പീസ് ഒരു ഡയറക്റ്റ് വലിയ കണക്ഷനൊന്നും ഉണ്ടാവില്ല ഈ ഒരു സ്റ്റോറി. ആൻഡ് ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ആനിമയുടെ റിലീസ് ഡേറ്റ് ആൻഡ് റണ്ണിംഗ് ടൈമിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ആനിമയുടെ റണ്ണിംഗ് ടൈമായി കണക്കാക്കുന്നത് 25 മിനിറ്റ് ആണ്. ആൻഡ് ഇത് ഏകദേശം കൺഫേം ആയതാണ്. പക്ഷെ എനിക്കിതിൽ വലിയ ഉറപ്പില്ല. കാരണം വൺ പീസിന്റെ സ്ഥിരം ആനിമെ അഡാപ്റ്റേഷൻസ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ 19-25 പേജുള്ള ചാപ്റ്റർ വരെ 25 മിനിറ്റിനെ അഡാപ്റ്റ് ചെയ്യുന്ന വൺ പീസ് സ്റ്റുഡിയോ എങ്ങനെയാണ് 45 പേജുള്ള ഈ ഒരു മാങ്ക 25 മിനിറ്റ് തീർക്കാൻ പോകുന്നത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ചിലപ്പോൾ സ്ഥിര രീതിയിൽ വല്ല മാറ്റിപ്പിടിക്കാൻ വല്ല പ്ലാനും ഉണ്ടാവും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഇനി അടുത്തത് ഈ സീരീസിന്റെ റിലീസ് ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സീസണിന്റെ റിലീസ് ഡേറ്റ് ആയി കണക്കാക്കുന്നത് ഈ ഒരു മാസം, അതായത് ജനുവരി 21 ഞായറാഴ്ചയാണ്. അതായത് ജനുവരി 21 നമുക്ക് വൺ പീസിന്റെ പുതിയൊരു എപ്പിസോഡും പ്ലസ് വൺ പീസിന്റെ സ്പിൻ ഓഫ് ആയ മോൺസ്റ്റർ എന്ന സീരീസ് നമുക്ക് ഒരേ ദിവസം കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.